നമസ്കാരം. മഴക്കോട്ടും മാസ്കും ധരിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക മോഷണം. കഴിഞ്ഞ 2 ദിവസമായി എടവണ്ണപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷണം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലാണ് എടവണ്ണപ്പാറയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റിൽ മോഷണം നടന്നത്. വീണ്ടും എടവണ്ണപ്പാറ വ്യാപാര സ്ഥാപനം കേന്ദ്രീകരിച്ച് മോഷണം നടന്നു. ബുധനാഴ്ച രാത്രിയിലാണ് അടുത്ത മോഷണം. എടവണ്ണപ്പാറ അരീക്കോട് റോഡിലെ ബേക്കറിയിലാണ് മോഷണം നടത്തിയത്. ചൊവ്വാഴ്ച മോഷണം നടന്ന സൂപ്പർമാർക്കറ്റിന്റെ ഗ്ലാസ് ഡോറിന്റെ ലോക്ക് പൊളിച്ചാണ് അകത്ത് കടന്നത്. മാത്രമല്ല, ഷെൽഫുകൾ തുറന്നിട്ട നിലയിലും CCTV നിലവിലുള്ള ദിശയിൽ നിന്ന് തിരിച്ചു വെച്ചിരുന്നു. മഴക്കോട്ടും മാസ്കും ധരിച്ചാണ് മോഷ്ടാവ് ഇരു കടകളിലും കയറിയിട്ടുള്ളത്. ഇരു കടകളിലും ഒരേ ആൾ തന്നെയാണോ കയറിയതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. സൂപ്പർ മാർക്കറ്റിനകത്ത് മോഷണത്തിന് കയറിയത് പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിലാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. സൂപ്പർ മാർക്കറ്റിന്റെ ഉൾവശത്തുള്ള ഓഫീസ് ഡോറിന്റെ ലോക്ക് പൊളിച്ച് അകത്ത് കടന്നാണ് 1.5 ലക്ഷം രൂപയോളം മോഷണം നടത്തിയത്. എടവണ്ണപ്പാറയിലെ മോഷണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് പ്രതികളെ ശിക്ഷിക്കണമെന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റ് ആവശ്യപ്പെടുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി എടവണ്ണപ്പാറ മേഖലയിൽ വ്യാപകമായ രീതിയിൽ മോഷണ ശ്രമം നടക്കുകയാണ്. എടവണ്ണപ്പാറ അരീക്കോട് റോഡിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം കയറുകയും ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തികമായും മറ്റും നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ഷോപ്പിലും ഇതേമായി തന്നെ മോഷണ ശ്രമം നടന്നു. എടവണ്ണപ്പാറ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്ക് വളരെ ആശങ്കയുണ്ട്. ഇത്തരത്തിൽ അർദ്ധരാത്രിയിലൊക്കെ ഇത്തരം മോഷണം നടക്കുമ്പോൾ സ്വസ്ഥമായും സമാധാനമായും കിടന്നുറങ്ങേണ്ട വ്യാപാരികൾക്ക് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത്, എടവണ്ണപ്പാറയിൽ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കുകയും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് അധികാരികളോട് പറയാനുള്ളത്.